നമുക്ക് വെൽക്കം ചെയ്യാൻ ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് മഹീനസ്. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. പറഞ്ഞ ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരോട് പ്രണയം തോന്നാറുണ്ടോ? ടൈം ഇല്ലായിരുന്നു സർ, ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രണയം തോന്നാറുണ്ട്. ബട്ട് ഇപ്പൊ പ്രണയം കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള വലിയൊരു മനക്കെട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രണയത്തിൽ അകപ്പെടാറില്ല. എങ്ങനെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ. അവർ ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടാണ്. കാരണം ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേൾസ്. ഓ അങ്ങനെയാണല്ലേ, അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്താ ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ പരിചയപ്പെടാം, ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോയ്സിനെ പരിചയപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വരും ആളുകൾക്ക്. എവിടെ നിന്ന് കിട്ടിയോ സാധനത്തിന്? അപ്പം ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിനൊക്കെ അങ്ങനെ താല്പര്യമുള്ള ആളാണോ? ഒരിക്കലും ഇല്ല. കാരണം പ്രണയങ്ങളെ എന്താ പറയാ ഭയങ്കര വാല്യൂയോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ പല ആളുകളും എന്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ കൂടുതൽ പെൺകുട്ടികളോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. അതിന്റെ കാര്യം വേറെയാണ്. കാരണം അതുവഴി എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസുകൾ കിട്ടാറുണ്ട്. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. കമ്മിങ് ഫ്രം അമേരിക്ക, ഗോയിങ് ടു അമേരിക്ക. പെൺകുട്ടിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ എന്നെ വീട്ടിൽ കയറ്റി ഒരു ചായ തരുന്നതിനോടൊപ്പം തന്നെ അവരുടെ സൽക്കാരം കൂടെ വിളമ്പി തരും. എനിക്ക് അവനെ കുറിച്ച് അഭിമാനമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ 3 പെൺകുട്ടികളുണ്ട്. അതിലൊരു പെൺകുട്ടി തായ്വാനിലുള്ള പെൺകുട്ടി എന്റെ കൂടെ യാത്ര വരുന്നതിന് മുമ്പ് ഞാൻ ഒരു നീണ്ട ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സെക്ഷൽ റിലേഷൻഷിപ്പ് എന്റെ കൂടെ പുലർത്താൻ പറ്റില്ല എന്ന് ഞാൻ എന്താ പറയാ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി അതിന് ഓക്കെ പറഞ്ഞിട്ട് മാത്രമാണ് എന്റെ കൂടെ ആളുകൾ ജോയിൻ ചെയ്യുന്നത്. മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? മഹീൻ, ഞാൻ ഇത്ര നേരം സംസാരിച്ചതിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. ഈ പേഴ്സണൽ ആണ്, അത് എന്റെ സ്പേസ് അല്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, ആർ യു വെർജിൻ? ചപ്പാത്തി തിന്നാൻ വരുന്നതും പലകയുടെ വലിപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് വിഷമാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ.